മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം വൻ വിജയമായി മാറുകയാണ്. ബോക്സ് ഓഫീസിൽ 150 കോടി എന്ന ലക്ഷ്യം ആഗോളതലത്തിൽ ചിത്രം മറികടന്നു കഴിഞ്ഞു. കേരളത്തിനു പുറമെ തമിഴ്നാട്ടിലും ചിത്രം വലിയ വിജയമാണ് നേടുന്നത്. ആദ്യമായി തമിഴ്നാട്ടിൽ 25 കോടി നേടിയ മലയാള ചിത്രം എന്ന റെക്കോർഡാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയിരിക്കുന്നത്. ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം 2006 നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ മഞ്ഞുമലിൽ നിന്നും കൊടൈക്കനാലിലേക്ക് ടൂറ് പോയ 11 അംഗ സംഘത്തിന്റെ അനുഭവമാണ് മഞ്ഞുമലിന്റെ കഥയായി മാറിയത്. എന്നാൽ 18 വർഷം മുമ്പ് ഗുണ കേവ് സമ്മാനിച്ച ഞെട്ടിപ്പിക്കുന്ന ഓർമ്മകൾ വെള്ളിത്തിര കീഴടക്കുമ്പോൾ വീണ്ടും ഗുണ കേവ് സന്ദർശിച്ച യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലെ യഥാർത്ഥ നായകന്മാരാണ് തങ്ങളെക്കുറിച്ചുള്ള സിനിമ ഹിറ്റായ അവസരത്തിൽ വീണ്ടും കൊടൈക്കനാലിലെ ഗുണ കേവ് സന്ദർശിക്കാൻ എത്തിയത്. ഗുണ കേവിൽ എത്തിയ തങ്ങൾക്ക് പോലീസുകാരും ഫോറസ്റ്റ് ഗാർഡും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ വലിയ സ്വീകരണമാണ് നൽകിയതെന്നാണ് മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷിനെ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കുട്ടൻ പറയുന്നത്. 18 വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ കയ്യിൽ പിടിച്ച് പേടിച്ചരണ്ട് നാട്ടിലേക്ക് പലായനം ചെയ്ത അവസ്ഥയിൽ നിന്ന് ആഘോഷത്തോടെ വരവേറ്റ മനുഷ്യരുടെ ഇടയിൽ നിന്ന് മടങ്ങാൻ തന്നെ ബുദ്ധിമുട്ടി എന്നാണ് ഈ രണ്ടാം ഗുണ കേവ് യാത്രയെക്കുറിച്ച് കുട്ടൻ പറഞ്ഞത്. വീണ്ടും ഗുണ കേവിന് മുന്നിലെത്തിയപ്പോൾ പഴയ ഓർമ്മകളാൽ വീർപ്പുമുട്ടിയെന്നും എല്ലാവരുടെയും സ്നേഹം കണ്ടിട്ട് മനസ്സ് നിറഞ്ഞെന്നും അവർ പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ വീണ്ടും കൊടൈക്കനാലിൽ ഗുണ കേവ് കാണാൻ പോയി. ഞങ്ങളുടെ കൂട്ടുകാരുടെ മുഴുവൻ ടീമും ഉണ്ടായിരുന്നു. സിനിമയിൽ കാണുന്നത് പോലെ തന്നെ അന്ന് ഞങ്ങളുടെ കൂടെ വരാൻ കഴിയാത്ത കൂട്ടുകാരനെ കൂട്ടി ഇത്തവണ കൊണ്ടുപോയി. ഇത്തവണ കൊടൈക്കനാലിൽ പോയത് വലിയൊരു അനുഭവമായിരുന്നു. അന്ന് ഞങ്ങൾ പോയത് സാധാരണക്കാരായിരുന്നു. പക്ഷെ ഇപ്പോൾ പോയപ്പോൾ ഞങ്ങളെ സെലിബ്രിറ്റികളെ പോലെയാണ് ആളുകൾ സ്വീകരിച്ചത്. ഞങ്ങളെ കാണാൻ വലിയ ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യം. ഗുണ കേവിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ആൾക്കാർ ഞങ്ങളെ അവിടെ നിന്ന് വിടുന്നില്ല. സുഭാഷിനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഗുണ കേവിൽ വീണിട്ട് തിരിച്ചു വന്ന ആളെന്ന നിലയിൽ ദൈവാധീനമുള്ള ആളായിട്ടാണ് അവർ സുഭാഷിനെ നോക്കിയത്. ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വന്നു. ഗുണ കേവിലേക്ക് പോകുന്നതിന്റെ അവിടെയുള്ള ഗേറ്റിന് സമീപം വരെ ആളെ കയറ്റി വിട്ടു. ഞങ്ങൾ അവിടെ വരെ പോയിട്ട് മടങ്ങി. മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥയായിരുന്നു. പണ്ട് ഞങ്ങൾ പേടിച്ച് കരഞ്ഞു വിളിച്ച് അവിടെ നിന്നതൊക്കെ ഓർമ്മ വന്നു എന്നും പറയുന്നുണ്ട്. എന്നാൽ മഞ്ഞുമൽ ബോയ്സിനെ ജനങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു.